Hi all, welcome to Joe Movie World. Mission Impossible Final Reckoning കണ്ടു. A perfect conclusion to the epic series. അതാണ് ഇതിന് ഒറ്റ വാചകത്തിൽ പറയാൻ പറ്റുന്നത്. ടോം ക്രൂസിന്റെ മിഷൻ ഇമ്പോസിബിൾ എല്ലാ കാലത്തും ഏവരെയും ത്രില്ലടിപ്പിച്ച ഒരു സീരീസുകൾ ഒന്നാണ്. ഒട്ടുമിക്ക സീരീസുകൾക്കും ലഭിക്കാത്ത ചില കാര്യങ്ങൾ ഈ സീരീസിൽ ലഭിച്ചെന്ന് പറയുന്നത് ഇതില് മോശം എന്ന് പറയുന്ന ഒരു സിനിമ ഇതിൽ കാണിച്ചു തരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇതിൽ ഒന്നിനൊന്ന് മികച്ച രീതിയിലാണ് ഇതിന്റെ ഓരോ പാർട്ടും അവരെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ലാസ്റ്റത്തെ 3-4 പാർട്ടുകളൊക്കെ നമ്മൾ അത്രയധികം ത്രില്ലടിപ്പിച്ച് കോരിത്തെരിപ്പിച്ച് ഇമോഷണലി കൊണ്ടുപോയതാണ്. ഈ സീരീസിലേക്ക് എത്തുമ്പോൾ ഇത് ഈ മൊത്തത്തിലുള്ള ഈ 8ാമത്തെ സിനിമയാണ്. എല്ലാ സിനിമകളുടെയും ഒരു എന്താ പറയുക കൺക്ലൂഷൻ, എല്ലാത്തിന്റെയും ഒരു എൻഡിങ് ആണ് ഈ പടം. വളരെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി വളരെയധികം എന്താ പറയുക കണക്റ്റഡ് ആയി, ഇമോഷണലി വളരെയധികം കണക്റ്റഡ് ആയി, ത്രില്ല് ചെയ്തു, ടെൻഷൻ അടിച്ചു. അത് ഈ സീരീസ് മൊത്തം കണ്ടവർക്കാണ് അതിന്റെ ഒരു എഫക്ട് കൃത്യമായി കിട്ടുക. പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ഇത് നിങ്ങൾ കാണാൻ പോകുന്നതിന് മുമ്പ് മസ്റ്റ് ആയിട്ട് ഈ സീരീസിലെ എല്ലാ പടങ്ങളും കാണാൻ പറ്റിയാൽ നല്ലത്. അല്ലെങ്കിൽ മിഷൻ ഇമ്പോസിബിൾ ഫസ്റ്റ് പാർട്ട് 96 ഇറങ്ങിയതും 2006 സംതിങ് ഇറങ്ങിയ മിഷൻ ഇമ്പോസിബിൾ 3 മസ്റ്റായിട്ട് നിങ്ങൾ കാണണം. അതിന്റെ കണക്ഷൻ ഇതിൽ വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ തൊട്ടുമുമ്പത്തെ മിഷൻ ഇമ്പോസിബിൾ തൊട്ടുമുമ്പത്തെ പാർട്ട് അതിന്റെ കണ്ടിന്യൂഷൻ ആണിത്. ആ 2 പാർട്ടായിട്ടാണ് ഈ റെക്കനിങ് സീരീസ്, മിഷൻ ഇമ്പോസിബിൾ റെക്കനിങ് സീരീസ് 2 പാർട്ടായിട്ടാണ് വന്നേക്കുന്നത്. അതിന്റെ തൊട്ടുമുമ്പത്തെ സീരീസ് എന്തായാലും കാണാം. അതിലാണ് ആ NDT എന്ന് പറഞ്ഞുള്ള വില്ലൻ അങ്ങനത്തെ ക്യാരക്ടറൊക്കെ അവർ ചെയ്തേക്കുന്നത്. അതിന്റെ ഒരു പാർട്ട് 2 ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഈ സീരീസിലെ എല്ലാ കഥാപാത്രങ്ങളും എല്ലാ മെയിൻ എന്താ പറയുക ഇവന്റ്സ് ഒക്കെ അറിയുന്നവർക്ക്, ക്യാരക്ടേഴ്സിനെ അറിയുന്നവർക്ക് ഇത് വളരെയധികം കണക്റ്റഡ് ആവും. ഇതില് മുമ്പത്തെ സീരീസിനെക്കാട്ടും ചിലപ്പോൾ ചില ആളുകൾക്ക് കംപ്ലൈന്റ് ആയിട്ട് തോന്നാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആക്ഷൻസ് കുറവല്ലേ എന്ന് ചോദിക്കും. ആക്ഷൻസ് ഇതില് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണെങ്കിലും ഇതില് ഇമോഷണൽ രംഗങ്ങൾ, ഡയലോഗ്സ്, ത്രില്ലിംഗ് മൊമെന്റ്സ് ഇതിൽ കൂടുതലാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സെക്കൻഡ് ഹാഫാണ് ഇതിന്റെ സെക്കൻഡ് ഹാഫ് എന്ന് അങ്ങനെ പറയുന്നില്ല. പക്ഷെ ഇതില് നമ്മളെ ആ ഒരു വിത്തൗട്ട് ഡയലോഗ് ഒരു 15 മിനിറ്റോളം എനിക്ക് തോന്നുന്നത് ഒരു അണ്ടർ വാട്ടർ സീക്വൻസ് ഉണ്ട്. അത് മതി നമുക്ക് നമ്മൾ കൊടുത്തൊരു മുതലാവാന്ന് പറയില്ല, ക്യാഷ് മുതലാവാൻ. എൻ്റെ തിയേറ്റർ സൈലൻസ് ആയിരുന്നു. അത്രയും അവർ ആ അറ്റൻഷൻ ഫുൾ ആ സീൻസിലായിരുന്നു. പിന്നെ ഇതിന്റെ ക്ലൈമാക്സ് ആണെങ്കിലും ഇതിന്റെ മിഷൻസ് അവർ എക്സിക്യൂട്ട് ചെയ്ത രീതിയിലാണെങ്കിലും ഇതില് ഇപ്പൊ ക്രിസ്റ്റഫർ ആണ് ഇതിന്റെ ലാസ്റ്റത്തെ ഒരു 5-6 സീരീസ് റൈറ്ററും ഡയറക്ടറും ചെയ്തത്. അയാളുടെ മേക്കിംഗ് അതിഗംഭീരമാണ്. ഇതിന്റെ എല്ലാ ടെക്നിക്കൽ ഏരിയയും മികച്ചു നിന്നിട്ടുണ്ട്. ഇതിൽ VFXന് വലിയ പണിയില്ല. അതിൽ ടോം ഏട്ടനാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിലേക്ക് വരാം. ഇതില് ഇവന്റെ ക്രൂവിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്രൂവിനുള്ള ഓരോ ആൾക്കാർക്ക് ഇതിൽ നല്ല ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഇവന്റ്സും കാര്യങ്ങളും ചെയ്യാനും ഉണ്ട്. അത് നിങ്ങൾക്ക് പടം കണ്ടാൽ മനസ്സിലാവും. ഇതിന്റെ ഓരോ ക്യാരക്ടർ, ഇതിൽ ലൂതറിന്റെ ക്യാരക്ടർ ആയാലും ശരി, ബെഞ്ചിയുടെ ക്യാരക്ടർ ആയാലും ശരി, നിങ്ങൾക്ക് കണക്ട് ആവുന്ന രീതിയിലാണ് ഇവർ എടുത്തിരിക്കുന്നത്. ഇതില് ഇനി ടോം ക്രൂസിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് വളരെയധികം ആരാധിക്കുന്ന ഒരു ആക്ടറാണ് ടോം ക്രൂസ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, മെയിൻ കാരണം എന്ന് പറയുന്നത് അങ്ങയുടെ ആക്ടിങ്, അതിനെക്കാട്ടുപരി ആക്ടിങ് വളരെ മികച്ചതാണ്. ഒപ്പം തന്നെ ആ ഒരു പടം എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ആളുകൾ എന്റർടൈൻമെന്റ് മാക്സിമം അബ്സല്യൂട്ട് സിനിമ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങേര് ഇടുന്ന എഫോർട്ട്, ഈ പടത്തിലും അങ്ങേര് കൊടുത്ത എഫോർട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ഉണ്ടെന്ന്. പ്രത്യേകിച്ച് അണ്ടർ വാട്ടർ സീക്വൻസ് ആയാലും ആ പ്ലെയിൻ സ്റ്റണ്ട് സീക്വൻസ് ആയാലും നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇമോഷണലി കൊടുത്ത കാര്യങ്ങൾ, ഇമോഷണൽ ബോണ്ടിങ്ങിന് കൊടുത്ത കാര്യങ്ങൾ, ഓരോ ആക്ഷൻസിൽ കൊടുക്കുന്ന ഡെഡിക്കേഷൻസ്, അതിന്റെ ആ പെർഫെക്ഷൻ, അത് ഇതിൽ നിങ്ങൾക്ക് ഇതിൽ അതിന്റെ ഒരു ഫുൾ എഫോർട്ട്, ഫുൾ മാക്സിമം പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ ടോം ക്രൂസിന് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, മിഷൻ ഇമ്പോസിബിൾ ഫ്രാഞ്ചൈസി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ സീരീസ് മിസ്സാക്കരുത്. നിങ്ങൾക്കതൊരു വല്ലാത്തൊരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങളുടെ അടുത്തൊരു തിയേറ്ററുകൾ ഏറ്റവും മികച്ച സൗണ്ട് സ്ക്രീൻ ക്വാളിറ്റിയുള്ള തിയേറ്ററിൽ പോവുക. നിങ്ങൾക്കിത് അതിന്റെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ ഈ റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.